ആദ്യം തന്നെ ഞാൻ എൻ്റെ യേശു അപ്പച്ചനോടും എൻ്റെ കൃപാസന മാതാവിനോടും ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ക്ഷമ ചോദിക്കുന്നു ഇത്രയും നാൾ സാക്ഷ്യം പറയാൻ വൈകിയതിൽ. എൻ്റെ പേര് സൂര്യ. ഞാൻ ആലപ്പുഴ ചെന്നിത്തലയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു ഹിന്ദുവാണ്. ഞാൻ മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2 വർഷമായിട്ട് പുറത്ത് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഭയങ്കര തടസ്സമാണ്, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇവിടെ ഞാൻ 2023 മാർച്ച് 11 ഉടമ്പടി എടുത്തത് ആദ്യം. അതിനു മുമ്പ് 1 വർഷത്തിന് മുമ്പ് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൃപാസനത്തിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു മാതാവിനെ. എനിക്ക് പ്രാർത്ഥനകളൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു. ഫിൻലാൻഡിലേക്കാണ് ഇൻ്റർവ്യൂ വന്നത്. ഇൻ്റർവ്യൂവിന് ഞാൻ സെലക്റ്റായി. പക്ഷേ ലാംഗ്വേജ് A2 ലെവൽ പാസ്സാകണം, എന്നാൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എംപ്ലോയർ പറഞ്ഞത്. അപ്പം 6 മാസത്തെ ട്രെയിനിങ് ആയിരുന്നു. ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഫ്രീ ടൈം ഉള്ളപ്പോഴും എല്ലാം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തു പഠിച്ചു. അങ്ങനെ എക്സാം വന്നു, ഞാൻ ഫെയിലായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം, എന്താണെന്നറിയില്ല. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല, ഒരു ജോലിയും ചെയ്യാനും ഒന്നും തോന്നുന്നില്ല. അങ്ങനെ മനസ്സ് മൊത്തം വിഷമിച്ചിരുന്ന സമയത്ത് ഞാനപ്പോൾ യേശുപ്പച്ചനെ ഒന്നും പ്രാർത്ഥിച്ചിരുന്നില്ല. എൻ്റെ മനസ്സും കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ദൈവമേ, എനിക്ക് ഞാൻ വല്ല പാപം ചെയ്തിട്ടുണ്ടോ? എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എക്സാം പാസ്സായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ഫോൺ നോക്കുമ്പോൾ, ആ സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ ഫോൺ നോക്കുമ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ഫുള്ള് കൃപാസനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഞാൻ അത് ഓപ്പൺ ചെയ്തു. സാക്ഷ്യം നോക്കിയപ്പം എനിക്ക് അറിയില്ല, എനിക്ക് അത്ഭുതം വന്നു. സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ തന്നെ അപ്പം തന്നെ ഞാൻ മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. പക്ഷേ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് അത് അങ്ങോട്ട് സംതൃപ്തി പോരായിരുന്നു. എനിക്ക് ഇവിടെ തന്നെ വന്ന് മാതാവിനെ കാണണം, എൻ്റെ യേശുപ്പച്ചനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ വന്നു. തീർത്ഥാടന ഉടമ്പടി പിറ്റേ ആഴ്ച തന്നെ വന്നു. ഞാൻ എടുത്തു. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് വന്നത്. ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ 2ാമത്തെ റിപ്പീറ്റ് എക്സാം വരുന്നത്. ഞാൻ അപ്പം മുതൽ എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ കൂടെ ഒരു മാതാവുണ്ട്, എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് ഇവിടുന്ന് പോയപ്പോൾ മുതൽ എനിക്ക് തോന്നി. എനിക്കൊരു വല്ലാത്ത ശക്തി തോന്നി. എൻ്റെ മനസ്സിലെ ഭാരമെല്ലാം പോയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ എക്സാമിൻ്റെ ദിവസം തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഇത് നമ്മൾ എക്സാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടല്ല, എക്സാം ഫോൺ വഴിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയാണ് എക്സാം, ഓൺലൈൻ വഴിയാണ് എക്സാം. സ്പീക്കിങ്, റീഡിങ്, ലിസണിങ്, റൈറ്റിങ് 4 മൊഡ്യൂളും ഉണ്ട്. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പ് കഴിച്ചു. അതേപോലെ തന്നെ തൈലം പുരട്ടി. അതേപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപമാണ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ കൂടെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചു. കാശുരൂപം കൈ പിടിച്ചതുമല്ല, എനിക്കറിയില്ല, എനിക്കെന്തോ ഷോക്ക് അടിച്ചതുപോലെ തോന്നി. ഒരു വല്ലാത്ത ശക്തി എനിക്ക് തോന്നി. ഞാൻ എക്സാം ഫുള്ളായിട്ട് എഴുതി. എല്ലാം സ്പീക്കിംഗ് ഇല്ലായിരുന്നു, റീഡിങ്, റൈറ്റിങ്, ലിസണിങ്, അത് ഫുൾ മോഡ്യൂളും എഴുതി. അങ്ങനെ പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എക്സാം റിസൾട്ട് ഞായറാഴ്ചയാണ് വരുന്നത്. അന്ന് ഉച്ചയ്ക്ക് കിടന്നിട്ട് എണ്ണീറ്റപ്പോൾ ബെഡിൽ നിന്ന് എണ്ണീറ്റപ്പം തന്നെ എനിക്കെന്തോ ഒരു കാറ്റ് വീശുന്ന പോലെ ഒരു ഫീലിങ്, ഒരു സൗണ്ട് പോലെ. അങ്ങനെ ഞാൻ എൻ്റെ കിടക്കുന്നതിൻ്റെ ഭിത്തിയിൽ നോക്കിയപ്പം കുരിശുരൂപം, വെള്ളി കളറിലെ രൂപം ഫുള്ളായിട്ട് തെളിഞ്ഞു വരുന്നു എൻ്റെ കിടക്കുന്ന ഭിത്തിയുടെ ഒരു സൈഡ് ഫുള്ള്. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ മാതാവിൻ്റെ വെള്ളി രൂപം, വെള്ളി കളറിലെ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വരുന്നു. എനിക്കറിയില്ല ഞാൻ എന്തോ ചെയ്യണമെന്ന്, ഒറ്റ നിപ്പാണ് നിന്നത്. അല്ലാതെ എനിക്ക് അറിയില്ല എന്ന് ഞാൻ സ്തംഭിച്ചു പോയതുപോലെ ആയിപ്പോയി. പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന പോലെ എന്തോ ഒരു ഇത്, എനിക്ക് അറിയില്ല ആ ഒരു ഫീലിങ്സ്. എന്നിട്ട് ഞാനാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ നിന്നു. പിന്നെ അതങ്ങ് മാതാവ് കാണുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയിലാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നു. 3 മൊഡ്യൂളിനും ഞാൻ പാസ്സായി. പക്ഷേ സ്പീക്കിങ്ങിന് പാസ്സായിട്ടില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ
എനിക്ക് പാസ്സാകാതെ പോയത്. എന്നോട് ക്ഷമിക്കണം മാതാവേ. എനിക്കിത് ഒരു 24 മണിക്കൂറിനുള്ളിൽ എനിക്കിതിന് ഒരു റിസൾട്ട് കിട്ടണം മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ഞാൻ ഫോൺ നോക്കിയപ്പം ഞങ്ങളുടെ ഫിൻലാൻഡിലെ എംപ്ലോയർ എക്സാമിനർ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സൂര്യ പെട്ടെന്ന് തന്നെ സൂമിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട്, സ്പീക്കിംഗ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് മാതാവ് പ്രവർത്തിച്ചത് തന്നെയാണ്. അല്ലാതെ ഒരു സ്റ്റുഡൻസിനും, ഞങ്ങളുടെ ബാച്ചിൽ ഒരു സ്റ്റുഡൻസിനും അങ്ങനെ ഡയറക്റ്റ് നമുക്ക് എക്സാമിനർ നമ്മുടെ ഫോണിലോട്ട് അയക്കില്ല, ഫെയിലായത് ഒന്നുകൂടെ റീടേക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് മാത്രമാണ് അങ്ങനെ കിട്ടിയത്. അങ്ങനെ ആ വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ എക്സാമിനർ പറഞ്ഞു സൂര്യ സൂമിലേക്ക് പെട്ടെന്ന് തന്നെ വരുമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ സൂമിൽ കയറി സ്പീക്കിംഗ് നല്ലതായിട്ട് ഞാൻ ചെയ്തു. അപ്പം തന്നെ എക്സാമിനർ പറഞ്ഞു സൂര്യ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്, തൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം തന്നെ എനിക്കറിയാം മാതാവാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് കാണിച്ചു തരണമെന്നുള്ളത്. പക്ഷേ വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് എൻ്റെ റിസൾട്ട് കാണിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ് വന്നു, പാസ്സായെന്നുള്ളത്, 82 ലെവൽ പാസ്സായെന്നുള്ള സർട്ടിഫിക്കറ്റ് വന്നു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നുള്ളത്. പക്ഷേ ഞാൻ ഡിലേ ആയിപ്പോയി സാക്ഷ്യം പറയാനുള്ളത്. അങ്ങനെ പിന്നെ എംപ്ലോയറിന് ഒരു റൂള് വന്നു, B1 കൂടെ പാസ്സാകണമെന്നുള്ള തടസ്സമായിരുന്നു പിന്നെ വന്നത്. അങ്ങനെ ഞാൻ B1 എക്സാം രണ്ടാമത്തെ ഉടമ്പടി കഴിഞ്ഞ് പുതുക്കിയില്ലായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ എക്സാം ഫെയിലായിപ്പോയി. നല്ല ടഫായിരുന്നു, എക്സാം ഫെയിലായിപ്പോയി. ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നില്ല, അതാണ് എനിക്ക് അവിടെ വന്ന അബദ്ധം. അത് കഴിഞ്ഞ് ഞാൻ മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ആഴ്ച തന്നെ ഞാൻ മാതാവിനെ വന്ന് കണ്ട് സാക്ഷ്യം പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ എക്സാം പാസ്സായെന്നുള്ളത് ഞാൻ ആരോടും പറയില്ല, ഇവിടെ വന്നും മാതാവിൻ്റെ മുമ്പിൽ വന്ന് പറയാതെ ഞാൻ ആരോടും പറയില്ല എന്ന് ഞാൻ ആ മാതാവിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ B1 ലെവൽ പാസ്സായി. ഇപ്പോഴാണ് ഇവിടെ വന്നിട്ടാണ് ഞാൻ പറയുന്നത് തന്നെ എൻ്റെ B1 ലെവൽ പാസ്സായെന്ന്. ഞാൻ അപ്പം തന്നെ ഇപ്പം എക്സാമിൻ്റെ സമയത്ത് തന്നെ ഞാൻ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. അതേപോലെ തന്നെ ഞാൻ വിശ്വാസപ്രമാണം 33 തവണ ഞാൻ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എക്സാമിൻ്റെ സമയത്ത്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഇതുമില്ല, എല്ലാം മാതാവ് നോക്കിക്കോണം, എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഒന്നും അറിയത്തില്ല, B1 എന്ന് പറയുന്നത് നല്ല ടഫാണ്, എനിക്കൊന്നും അറിയില്ല, മാതാവ് എല്ലാം നോക്കിക്കോണം, മാതാവ് എൻ്റെ കൂടെ കാണണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചു. ഞാനല്ല ഇതിനകത്ത്, എനിക്ക് ഒരു ഇൻപുട്ടും ഇല്ല, എല്ലാം മാതാവാണ് നടത്തി തന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത കാര്യമാണ് എൻ്റെ അനിയത്തി IELTS പാസ്സാകണമെന്നുള്ളത്. ഞാൻ പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഞാൻ പറയുമായിരുന്നു എൻ്റെ അനിയത്തിക്ക് IELTS പാസ്സായിക്കണമെന്നുള്ളത്. അങ്ങനെ 3 തവണ അവൾ ഫെയിലായിരുന്നു. പക്ഷേ 4ാമത്തെ തവണ അവൾക്ക് UK IELTS സ്കോർ കിട്ടി. അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ പുറത്തൊരു മുഴ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഞാൻ മലപ്പുറത്താണ്, അമ്മ ആലപ്പുഴയിലാണ്. പക്ഷെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ അതും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് ഒരു കുഴപ്പവുമില്ല, അതൊരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം അല്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതൊരു ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ വൃദ്ധസദനങ്ങളിൽ പോവുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മാതാവിൻ്റെ പത്രം ഞാൻ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു, ബസ് സ്റ്റാൻഡുകളിൽ, പിന്നെ കോളേജുകളിൽ, പിന്നെ അതേപോലെ തന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ നടന്ന് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ അടുത്തൊരു വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, അവർ മക്കളൊന്നും ഇല്ല, അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. അവർക്ക് അരിയും സാധനങ്ങളും ഒക്കെ കൊണ്ടെത്തിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ പൊതി കെട്ടി ചോറ് കൊടുക്കുമായിരുന്നു റോഡ് അരികിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക്. ഇത്രയും എനിക്ക് അത്ഭുതം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയും വലിയ നിധി തന്നതിന് എൻ്റെ മാതാവിന്
കോടാനുകോടി മാതാവിനും എൻ്റെ യേശുപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ മാതാവിനോട് ആദ്യം തന്നെ പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അത്ര അറിയില്ല, എന്തെങ്കിലും പ്രാർത്ഥനയിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം മാതാവേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതും പ്രാർത്ഥന തുടങ്ങിയതും. ഞാൻ രാവിലെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലും, വൈകുന്നേരവും ഞാൻ ചെല്ലും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കൊന്ത അറിയില്ലായിരുന്നു പ്രാർത്ഥിക്കാൻ. പക്ഷേ എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് അവൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാനിപ്പോൾ കൊന്തയും പ്രാർത്ഥിക്കാറുണ്ട്. മുട്ടുകുത്തി നിന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കറക്റ്റ് സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്.